നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പേരിൽ മാത്രം എക്സ്പ്രസ് ഉള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇതാണ് പൊതുവെയുള്ള ഒരു വിമർശനം. ഇപ്പോൾ യാതൊരു സമയക്രമവും പാലിക്കാതെയാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് യാത്രക്കാരെ കടുത്ത ദുരിതത്തിലാക്കുന്നു എന്നാണ് പരാതി. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് സമയക്രമം പാലിക്കാതെ യാത്രക്കാരെ വലയ്ക്കുന്നത്. ദുബായിലേക്കുള്ള വിമാനം 12 മണിക്കൂറാണ് വൈകിയത്. ഇന്ന് രാവിലെ 8:30 പുറപ്പെടേണ്ട വിമാനമാണ് രാത്രി 8-ന് മാറ്റി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സാങ്കേതിക തടസ്സം എന്ന് മാത്രമാണ് അധികൃതർ യാത്രക്കാർക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം. വൈകുന്നതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ പോലും ഇവർ തയ്യാറല്ല. ഇതിന് പരിഹാരം കാണാനും അധികൃതർ തയ്യാറായിട്ടില്ല. യാത്രക്കാർ ബഹളം വെച്ചതോടെയാണ് ഇവരെ റൂമുകളിലേക്ക് മാറ്റാൻ പോലും തയ്യാറായത്. ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാമെന്ന് അറിയിച്ചെങ്കിലും പണം തിരികെ നൽകുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയില്ല. യാത്രക്കാർ ബോർഡിംഗ് പാസ് എടുത്ത ശേഷം ഗേറ്റ് തുറക്കാതായതോടെ അന്വേഷിച്ചപ്പോൾ മാത്രമാണ് വിമാനം 12 മണിക്കൂർ വൈകുമെന്ന് അറിയിക്കുന്നത് തന്നെ. അതുവരെ ഒരറിയിപ്പും നൽകിയില്ലെന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു. അവധി കഴിഞ്ഞ് ദുബായിലേക്ക് തിരിച്ചു പോകാനുള്ളവരും കുടുംബത്തോടെ യാത്ര ചെയ്യുന്നവരും ഉംറയ്ക്ക് പോകുന്നവരുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. വീട്ടിലേക്ക് പോയി വരികയോ അല്ലെങ്കിൽ ഹോട്ടലിൽ മുറിയെടുത്ത് വിശ്രമിക്കുകയോ ചെയ്യാമെന്നാണ് അധികൃതർ ഏറ്റവും ഒടുവിൽ അറിയിച്ചത്. ടാക്സി വിളിച്ച് വീട്ടിലേക്ക് പോയി തിരിച്ചെത്തിയാലും പരമാവധി 1000 രൂപ മാത്രമേ അനുവദിക്കൂ എന്നാണ് അറിയിച്ചിരിക്കുന്നതും. എയർ ഇന്ത്യയെക്കുറിച്ചുള്ള പരാതികൾ ഇപ്പോൾ ഇങ്ങനെ കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് വിമാനയാത്രയ്ക്കിടെ പൈലറ്റ് വനിതാ സുഹൃത്തിനെ കോക്പിറ്റിൽ പ്രവേശിച്ച സംഭവത്തിൽ എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസന് DGCAയുടെ നോട്ടീസ് നൽകിയത്. കാരണം കാണിക്കൽ നോട്ടീസാണ് കൊടുത്തത്. ഫെബ്രുവരി 27-ന് ദുബായ് ഡൽഹി വിമാനത്തിലായിരുന്നു ഈ സംഭവം നടന്നത്. അന്വേഷണം താമസിച്ചതിന് വിശദീകരണം ആവശ്യപ്പെട്ട് വിമാന സുരക്ഷയുടെ ചുമതലയുണ്ടായിരുന്ന ഹെൻറി ഡോണോഹയ്ക്കും നോട്ടീസ് നൽകി. ഏപ്രിൽ 21-ന് അയച്ച നോട്ടീസിൽ 15 ദിവസത്തിനുള്ളിൽ ഇരുവരും മറുപടി നൽകണമെന്നാണ് നിർദ്ദേശിച്ചത്. സംഭവത്തിൽ ഉൾപ്പെട്ട ക്യാബിൻ ക്രൂവിനെയും പൈലറ്റുമാരെയും അന്വേഷണം പൂർത്തിയാകും വരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ ക്യാബിൻ ക്രൂവിന് സംഭവത്തിൽ പങ്കില്ല എന്നാണ് കണ്ടെത്തൽ. പൈലറ്റുമാർക്ക് വിശദീകരണം നൽകാനുള്ള അവസരം ഉണ്ടാകുമെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത DGCA ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ക്യാബിൻ ക്രൂ അംഗം പരാതി നൽകിയതോടെയാണ് കഴിഞ്ഞ ഫെബ്രുവരി 27-ന് നടന്ന സംഭവം പുറത്തുവരുന്നത്. നിയമപ്രകാരം കോക്പിറ്റിനുള്ളിൽ അനധികൃതമായി ആരെയും പ്രവേശിപ്പിക്കാൻ പാടില്ല. ഇത്തരം വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് എയർ ഇന്ത്യ വക്താവ് പറഞ്ഞു. യാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമായതിനാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. വിഷയം DGCAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.